ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗുരു പറഞ്ഞു തന്ന നല്ല ഉപദേശമാണ്. ബുദ്ധിഹീനത വിട്ട് ജീവിക്കുക, വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവാനും പറയുന്നു. മിക്കവാറും മനുഷ്യരെല്ലാവരും വളരെ ബുദ്ധിയുള്ളവരാണ്. അവരുടേതായ ബുദ്ധി അവർ ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളിലും ഉപയോഗിക്കുന്നു. കപടബുദ്ധി, അതുപോലെ മനുഷ്യരെ കുടുക്കിൽപ്പെടുത്തുന്ന ബുദ്ധി, ഉരുട്ട് ബുദ്ധി, വിവേകബുദ്ധി, അതുപോലെ മനുഷ്യന് ലഭിച്ചിട്ടുള്ള എല്ലാ ബുദ്ധികളും പ്രയോഗിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു ബുദ്ധി, അതാണ് വിവേകബുദ്ധി അല്ലെങ്കിൽ തിരിച്ചറിവ്. എന്ത് കാര്യങ്ങളും മനുഷ്യന് ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷമെങ്കിലും ആലോചിച്ചാൽ, അതായത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എനിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമോ എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഒരുപാട് ഹീനകൃത്യത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിൽ ചില കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന കുട്ടികളുടെ പെൻസിലും റബ്ബറുമെല്ലാം മോഷ്ടിക്കാറുണ്ട്. അത് കുട്ടികൾ ക്ലാസ്സിൽ ടീച്ചറോട് പരാതി പറയുമ്പോൾ ടീച്ചർ എല്ലാ കുട്ടികളുടെയും ബാഗ് പരിശോധിച്ച് പെൻസിലും റബ്ബറുമെല്ലാം കണ്ടുപിടിക്കുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കളവ് ചെയ്ത കുട്ടികളെ കള്ളനെന്നോ കള്ളിയെന്നൊക്കെയാണ് മറ്റു കുട്ടികൾ വിളിക്കുന്നത്. അല്പനേരത്തെ മനുഷ്യരുടെ ചില ബുദ്ധികളാണ് ഇതിന് വഴിവെക്കാനുള്ള കാരണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ.